പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പോൾ ഇരിങ്ങാട്ടരിയിലുള്ള പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ വർഷവും ആ നാട്ടിലെ വിജയിച്ച SSLC +2 വിജയിച്ച കുട്ടികൾക്കുള്ള മൊമെൻറ്റോ ആദര ചടങ്ങ് ഇരിങ്ങാട്ടിൽ വെച്ച് നടന്നു. MLA AP അനിൽകുമാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതുപോലെ തന്നെ വാർഡ് മെമ്പർ പ്രമീള ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഉമ്മർ, നാട്ടുകാർ, കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവരൊക്കെ പങ്കെടുത്തൊരു ചടങ്ങാണ്. അതുപോലെ തന്നെ ഇതിൽ പിന്നെ നമ്മുടെ ട്രോമ കെയറിനുള്ള ഒരു മൊമെൻറ്റോ നൽകൽ, സിത്താര ഇരിങ്ങാട്ടരിക്ക് ഒരു ആദര ചടങ്ങ്. ഏതെല്ലാം വീഡിയോ ചടങ്ങിലേക്ക്. പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വർഷം തോറും നടത്തി വരാറുള്ള SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വർഷത്തെ +2 വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അതുപോലെ തന്നെ ഏത് പ്രതിസന്ധി കാലാവസ്ഥയിലും നമ്മുടെ നാടിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും വളരെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കരുവാരക്കുണ്ട് സ്റ്റേഷൻ ട്രോമ കെയർ യൂണിറ്റിന് പ്രിയദർശിനി ക്ലബിൻ്റെ ഒരു അനുമോദനവും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മീഡിയ വണ്ണിൻ്റെ 16ാം രാവ് സീസൺ 6-ൽ ഇരിങ്ങാട്ടരിയുടെ അഭിമാനമായി മാറിയ, കേരളത്തിൽ തന്നെ അഭിമാനമായി മാറിയ ഇരിങ്ങാട്ടരിയുടെ വാനമ്പാടി നമ്മുടെ സിത്താരക്ക് പ്രിയദർശിനി ക്ലബിൻ്റെ ഔദ്യോഗികമായ അനുമോദനവും നൽകുന്നതിൻ്റെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി ക്ലബ്ബ് എല്ലാ വർഷങ്ങളിലും സംഘടിപ്പിക്കുന്നത് പോലെ ഈ വർഷവും SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ പ്രിയദർശിനി ക്ലബിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുനിൽകുമാറും ഉസ്മാൻ കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും SSLC ഹയർ സെക്കൻഡറി ഒക്കെ പരീക്ഷ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല വിജയം, ഏറ്റവും ഉയർന്ന മാർക്ക് എല്ലാറ്റിലും ഇന്ന് നമ്മുടെ കുട്ടികൾ വാങ്ങുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെയൊക്കെ നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ പ്രതീക്ഷ ഇവരൊക്കെയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ വിളിച്ച് ആദരിക്കുന്നതും അവരുടെയൊക്കെ വിജയത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും പഴയ കാലം പോലെയല്ല. നമ്മുടെയൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞാലും, നമ്മുടെ നാട്ടിലാവട്ടെ നാട്ടിന് പുറത്താവട്ടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുട്ടികളെ ഉയർന്ന തലങ്ങളിൽ, ഉന്നത ജോലികളിൽ ഒക്കെ കാണാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ചുറ്റും, നമ്മുടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ TTC B.Ed പാസ്സായി ടീച്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മുടെ വാർഡിലും നമ്മുടെ പഞ്ചായത്തിലും ഉള്ളവരാണ്. 30 വർഷം മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നല്ല ജീവിതവും. ഇവിടെ ഒരുപക്ഷെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തിപ്പെടാനുണ്ടാവും. അതിനൊക്കെ ഏറ്റവും മുമ്പേ അവരുടെ നാട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് കിട്ടുന്ന ആദരത്തോളം വരില്ല മറ്റൊന്നും എന്ന് അഭിമാനപൂർവ്വം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഓരോ രക്ഷിതാക്കളും ഈ അഭിമാന മുഹൂർത്തത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ആദരം ഏറ്റുവാങ്ങുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഒരു നിമിഷം കൂടി ആയിത്തീരും അത്. നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും ഉന്നതിയിലേക്ക്, ഉയർന്ന തരത്തിലേക്ക് പഠിക്കാൻ കഴിയുക, ഫുൾ A+ വാങ്ങാൻ കഴിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മളിൽ പലരും, നമ്മുടെ പല രക്ഷിതാക്കളും, ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾക്കൊന്നും നേടാൻ കഴിയാത്തത് നമ്മുടെ മക്കളിലൂടെ നമ്മുടെ നാടിന്റെ ഉയരങ്ങളിലേക്കും ഈ സമൂഹത്തിന്റെ നന്മയിലേക്കും